കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതു. നല്ല സന്തോഷമായിട്ടോ. ഒന്ന് നല്ല കാഴ്ചയാണ് ശ്രീലകത്തെ. അപ്പോൾ ഉച്ചപൂജ അങ്ങോട്ട് തൊഴുതു വന്നു. വളരെ കേമായിട്ട് തന്നെയാണ് തൊഴാൻ പറ്റിയെന്ന്. അത് നല്ലൊരു കാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തിയാണ്. പുതുമന ഇല്ലത്തെ ശ്രീജിത്ത് നമ്പൂതിരിയാണ്. കളഭാലങ്കാരം ഉണ്ടായത് മുന്നൂലം ഭഗവതിക്കനാണ്. നല്ലൊരു പൊന്നുണ്ണിക്കണ്ണനെ ചാർത്തിയിട്ടുണ്ട് ആ ശ്രീലകത്ത്. അപ്പോൾ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് നല്ല എന്താ പറയുക, കൈവളകളും കാൽവളകളൊക്കെ അണിഞ്ഞ് നല്ല മഹാപ്രഭുവായിട്ടാണെന്ന് ശ്രീലകത്ത് നിൽക്കുന്നത് കേട്ടോ. നാരായണനായിട്ടാണ്. അപ്പോൾ നന്നായിട്ടുള്ള ഒരു കാഴ്ചയാണ് അത്. ആ കാഴ്ചയിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ വാക്കുകളില്ല. അത്രയ്ക്ക് മനോഹരമായിട്ട് കളഭം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതായത് ആ ചതുർബാഹുവായ ആ വിഗ്രഹത്തിൽ, ഭഗവാന്റെ വിഗ്രഹത്തിൽ വീണ്ടും ചതുർബാഹുവായ ആ ഒരു നാരായണനെ തന്നെ, മഹാപ്രഭുവിനെ തന്നെയാണ് അലങ്കരിച്ചുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും വേറെ ഉണ്ടാക്കേണ്ടതില്ല എന്നർത്ഥം. എല്ലാതും അതേമാതിരി അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല അലങ്കാരമാണ്. അതിങ്ങനെ ആ സ്വർണ്ണ വിളക്കിൻ്റെ, ആ നെയ് വിളക്കിൻ്റെ പ്രഭയിൽ കാണുമ്പോൾ നമുക്ക്, അതായത് അവിടേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് അങ്ങോട്ട് ഊളിയിട്ടെത്തും ആ ഗുരുവായൂരപ്പൻ്റെ യഥാർത്ഥ രൂപം. അത് കുറച്ചും കൂടിയും ആ ഒരു ഇതിലിങ്ങനെ കാണുമ്പോൾ, അതായത് മഹാപ്രഭുവിൻ്റെ രൂപം വീണ്ടും മഹാപ്രഭുവിൻ്റെ രൂപത്താൽ അലങ്കൃതമായിട്ട് നമുക്ക് കാണുമ്പോൾ അതൊരു നല്ല ദർശനമാണ്. അപ്പോൾ ആ തിരുദർശനം നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. അപ്പോൾ എല്ലാവരും ആ ഗുരുവായൂരപ്പനെ കാണാൻ വന്നോളൂ. ഗുരുവായൂരപ്പൻ്റെ ആ ഒരു മനസ്സിലങ്ങോട്ട് സങ്കല്പിച്ചോളൂ. ഗുരുവായൂരപ്പൻ അതൊന്ന് കാണുക. നമ്മളിപ്പോൾ ഗുരുവായൂർ നിൽക്കുന്നത് ഇതാണ്, ഗുരുവായൂരത്തെ രൂപം ഇതാണ് എന്ന് നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുക. മനസ്സിൽ സങ്കല്പിച്ചാൽ തന്നെ മതിയല്ലോ. കാരണം ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ടാവും. ശരീരം എത്തണ്ട, ശരീരം എത്തിയില്ലെങ്കിലും മനസ്സെത്തിയാൽ മതി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഓരോ അന്നന്നത്തെ കാര്യത്തിന് തന്നെ അപ്പോഴേക്കപ്പോഴേ പ്രതിവിധി തരുന്ന ആളാണ് ഗുരുവായൂരപ്പൻ. അത് ഓരോ ഭക്തനും അനുഭവപ്പെടും. എനിക്ക് ധാരാളം അനുഭവപ്പെട്ടിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും വരുമ്പോൾ ഞാൻ പെട്ടെന്ന് തൊഴണമെന്ന് വെച്ചാൽ ചിലപ്പോൾ അന്ന് നടക്കില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് ചെന്നാൽ നടക്കില്ല. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത അവസ്ഥയിൽ ആ കാര്യം സാധ്യം ആക്കിത്തരും. ഇനി എന്തെങ്കിലും നമ്മളെ ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെയാ, അപ്പോൾ അതിൻ്റെയൊക്കെ 10 മടങ്ങ് ആയിട്ട് ആഹ്ലാദ ചിത്തത്തോടെ നമ്മളെ ആ സ്വീകരിക്കാൻ നിൽക്കുന്ന പോലെ നമുക്ക് ആ ദർശനം നൽകുന്ന ആ ഒരു മഹത്തായ വ്യക്തിയാണ് ആ ഗുരുവായൂരപ്പൻ. എന്താ വെച്ചാൽ, എങ്ങനെ ഒരു ഗുരുവായൂർ എന്ന് ഉള്ളത് നമുക്ക് ഉണ്ടാക്കി കിട്ടിയില്ലായിരുന്നെങ്കിൽ നമ്മളെന്താ ചെയ്യുക? അപ്പോൾ കാരണം ദ്വാരകയൊക്കെ അവിടെയല്ലേ, അമ്പാടിയൊക്കെ അവിടെയല്ലേ. നമ്മൾക്ക് ഇവിടെ മലയാളികൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ആണ് ഈ ഗുരുവായൂർ ഉണ്ടായത്. അപ്പോൾ ഗുരുവായൂർ ഉണ്ടായതുകൊണ്ട് ഭൂലോക വൈകുണ്ഠം തന്നെയാണ്, അതിന് യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും, ഈ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും ഈ സമയത്ത് ആ ഗുരുവായൂരപ്പൻ്റെ മുന്നിലാണ് എന്നുള്ള ചിന്ത ഉണ്ടാവുക. ആ ചിന്തയിൽ ആ ഗുരുവായൂരപ്പനെ, ആ മഹാപ്രഭുവിനെ കണ്ടിട്ട് അങ്ങോട്ട് സ്തുതിക്കുക, അല്ലെങ്കിൽ കൈകൂപ്പി വണങ്ങുക. കാരണം ഗുരുവായൂരാണ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലേക്ക് ഒരു ഇത് കൊടുക്കുക. നമ്മൾ ഗുരുവായൂരപ്പനെ ആണെന്നുള്ള കണ്ണടച്ചിട്ടാണ് തൊഴുതോളൂ. ഗുരുവായൂരപ്പനെ കണ്ണടച്ചാണ് തൊഴുതോളൂ. ആ ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിൽ നിന്ന് നമ്മൾ തൊഴുകയാണെന്നുള്ളതാണ് സങ്കല്പിക്കുക. എന്നിട്ട് ആ മഹാപ്രഭുവിൻ്റെ ആ ഒരു രൂപം കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ ചില ആളുകൾ അങ്ങനെയാണല്ലോ, നേരെ ചെന്ന് കഴിഞ്ഞാൽ മുന്നിലെത്തിയാൽ കണ്ണടച്ചിട്ടാണ് തൊഴും. അപ്പോൾ എന്താ, അതിൻ്റെ മുൻപ് കിട്ടിയ ആ രൂപം. അപ്പോൾ നേരെ മറിച്ച് കണ്ണ് തുറന്ന് തൊഴുന്ന ആളുകളുണ്ട്. അത് ഓരോരുത്തരുടെ ആ ഒരു ഇതാണ് കേട്ടോ. ചില ആളുകൾ അങ്ങനെയും കാണാം. എന്തായാലും കാരണം ആ ഭഗവാനെ ഉള്ളിലേക്ക് മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആഴത്തിൽ ആ ഒറ്റ നോട്ടത്തിലൂടെ എത്തി എന്നുള്ളതാണ്. അത് കൂടാതെ 100 സമയം, ഒരു മിനിറ്റ്, 10 മിനിറ്റോ 100 മിനിറ്റോ അവിടെ നിന്നാലും ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുക എന്നല്ലാതെ തൊഴുതേ ഉണ്ടാവില്ല. അപ്പോൾ ഓരോ ഭക്തരുടെയും വിശേഷപ്പെട്ട ഓരോ
കാഴ്ചപ്പാടുകളാണ്. എന്തായാലും നമ്മളെന്തായാലും ഇന്ന് ഗുരുവായൂർ എത്തി, ഗുരുവായൂരപ്പനെ ദർശിച്ചു. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ, ആ മഹാപ്രഭുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ.